മോഹൻലാൽ അനശ്വരനാക്കിയിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്, ദേവനാരായണൻ എന്ന് പറയുന്ന ആര്യൻ സിനിമയിലെ കഥാപാത്രം. ആ ദേവനാരായണനുമായിട്ടുള്ള ഒരു സാമ്യമാണ് എനിക്ക് ഇന്ന് തന്ത്രിയുടെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്ഷേത്ര പൂജാരി ആയതിൻ്റെ പേരിൽ, ക്ഷേത്രത്തിലെ തന്ത്രി ആയതിൻ്റെ പേരിൽ കള്ളക്കേസെടുത്ത് ആളുകളെ ജയിലിലടക്കുന്ന സാഹചര്യം. എന്തുകൊണ്ട് ഹിന്ദു വിശ്വാസികൾക്കെതിരായിട്ട്, ഹിന്ദു പുരോഹിതന്മാർക്കെതിരായിട്ട് ഈ തരത്തിൽ ഉള്ള നീക്കങ്ങൾ നടക്കുന്നു? 41 ദിവസമാണ് അദ്ദേഹത്തിന്, കോടതി തന്നെ പറഞ്ഞു അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു തെളിവുമില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന് 41 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇന്ന് നിയമസഭയ്ക്കുള്ളിൽ പോലും അദ്ദേഹത്തിന് കള്ളൻ വിളി കേൾക്കേണ്ടി വന്നു. ഒരു തന്ത്രിയെ, ഒരു ക്ഷേത്ര പുരോഹിതനെ, ഒരു മതപുരോഹിതനെ കേരളത്തിന്റെ നിയമസഭയിൽ ഈ തരത്തിൽ ആക്ഷേപിക്കുന്ന സാഹചര്യം മറ്റെപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മറ്റേതെങ്കിലും മതത്തിന്റെ കാര്യത്തിൽ ഇത്തരം സംഭവിക്കുമോ എന്ന് എനിക്കറിയില്ല.